ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചർ. കൺട്രീസിൻ്റെ കയ്യിൽ വാറിന് ശേഷം ക്യാഷ് ഒന്നുമില്ല, ജനങ്ങളെല്ലാം പോവർട്ടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിലെ ആ ഹോപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ആനുവലി ഒരു ഈവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നു. ഒന്നുമില്ല, ഒരു കൂട്ടം ആൾക്കാർ കൂടി നിന്ന് നടന്നുകൊണ്ടിരിക്കുക. ഇതിനൊരു ഫിനിഷ് ലൈനൊന്നുമില്ല. ലാസ്റ്റ് ആര് ബാക്കിയാവുന്നു അയാൾക്കൊരു ഫോർച്യൂൺ ഓഫ് മണി ആസ് വെൽ ആസ് 1 wish what he wants അത് കൊടുക്കുന്നു. ഇതിനിടയിൽ നിന്ന് പോകുന്നവർ ഓൺ ദ സ്പോട്ട് വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. സ്റ്റീഫൻ കിങ് എന്ന ഹൊറർ സിനിമകളുടെ എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഹൊറർ നോവലുകളുടെ എഴുത്തുകാരൻ്റെ ആ നോവലുകൾ ബേസ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് മൂവിയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ പടത്തിൻ്റെ ഡിജിറ്റൽ റിലീസ് റീസെൻ്റ്ലി ഉണ്ടായി. സോ ഐ ഡിസൈഡ് ടു ഗിവ് ഇറ്റ് ടു ഗോ. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ദ ലോങ് വാക്ക്. പേര് പോലെ തന്നെ 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഈ പടത്തിൽ നടത്തം തന്നെയാണ്. അതായത് 2 മണിക്കൂറും ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നടക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ വേറൊരു നടത്തം മാത്രമായിട്ട് നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ആ നടക്കുന്ന ആൾക്കാർ തമ്മിലുള്ള ബോൺസ്, അതായത് അവർക്ക് എല്ലാവർക്കും അറിയാം ഒരു വിന്നർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ എന്നാലും കുറച്ച് ദിവസങ്ങളോളം അവർ നടക്കുമല്ലോ. അപ്പോൾ ആ നടക്കുന്ന സമയത്ത് അതിനു വേണ്ടി അവർ ബോണ്ട് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്സ്, അവർ തമ്മിലുണ്ടാവുന്ന ബോണ്ടുകൾ, അതൊക്കെ ബേസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിങ് ആയിരുന്നു ഈ പടം മൊത്തം. ഈ പടത്തിൽ എനിക്ക് മേജറായിട്ട് പറയാനുള്ളൊരു കംപ്ലയിൻറ്റ് അതിൻ്റെ എൻഡിങ് ആണ്. അതായത് ആ എൻഡിങ് ഡിഡൻറ്റ് മേക്ക് എനി സെൻസ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ലൈക്ക് ഒരു എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിൽഡ് ചെയ്ത് അതെല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങ് തോട്ടിൽ എറിഞ്ഞ പോലെ ഒരു ഫീലാണ് എനിക്ക് എൻഡിങ്ങിൽ വന്നത്. അറിയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു രീതിയിലായിരിക്കും അത് ഫീൽ ചെയ്തത്. സോ ഐ വുഡ് സേ ഗോ ഫോർ ദിസ് ഫിലിം. കാരണം രസമാണ്, ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ് അവരുടെ ഇടയിലുള്ളത്. ഇറ്റ്സ് എ ഹൊറർ ഫിലിം. സോ ഒരു എന്താ പറയുക, സോഫ്റ്റ് വാട്ടർ ആയിട്ട് കാണാൻ പോരുത്. ചുമ്മാ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ അറ്റ് ദി എൻഡ് ഒരു വിന്നറല്ലേ ഉണ്ടായിരിക്കുള്ളൂ. എന്തായാലും കണ്ടു നോക്കുക. അതിന് എൻഡിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ വർക്ക് അയക്കാം. ഇറ്റ്സ് എ ഗുഡ് ഫിലിം.